അപ്പൊ ഓടല്ലേ, നീ ഇതോടെ കഴിച്ചിട്ട് പോ. നിക്കടാ അവിടെ. എനിക്ക് നിന്റെ പുറകെ നടക്കുക മാത്രല്ല പണിയിട്ടോ. ചക്കര കഴിച്ചിട്ട് പോടാ. കൊറേ സമയമായല്ലോ, എന്നിട്ട് ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. അതെ, ഒന്നും കാണാനില്ല. പണ്ടേ അങ്ങനെ ആണല്ലോ. ഞങ്ങൾ എന്ത് ചെയ്താലും ഒന്നും കാണാനില്ല. നിങ്ങൾക്കറിയോ, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് തലേന്നത്തെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അരിയെടുത്ത് കഴുകി അടുപ്പത്തിട്ട് ഇന്നലെ അരിഞ്ഞു വെച്ച പച്ചക്കറി എല്ലാം എടുത്ത് തോരനും മെഴുക്ക് വരട്ടി ഓലനും ഉണ്ടാക്കി അതിൻ്റെ ഇടയ്ക്ക് കാപ്പിക്ക് പുട്ടും കടലക്കറിയും തന്നിട്ട് അത് കഴിച്ചിട്ട് കിട്ടുന്ന തട്ടും തെറിവിളിയും കേട്ടിട്ട് ഓടിപ്പോയി കൊച്ചിനെ ഉണർത്തി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് കഴിപ്പിച്ച് ഒരുക്കി സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് ഒന്ന് ഓഫീസിൽ പോയി ഇറങ്ങുമ്പോൾ ചോദിക്കുക ഇന്ന് ചോറിന് മീനില്ലേടീന്ന്. അത് കേട്ടിട്ട് ഓടിപ്പോയി വഴുതിനങ്ങ എടുത്ത് അരിഞ്ഞ് ഫ്രൈ ആക്കി തന്നു വിട്ടിട്ട് ആ ചോറെടുത്ത് ഉച്ചയ്ക്ക് തുറന്നു വെച്ചിട്ട് കൂടെ ഇരിക്കുന്ന കൂട്ടുകാരൻ്റെ അമ്മ കൊടുത്തു വിട്ട ഫിഷ് ഫ്രൈ എടുത്ത് കഴിച്ചിട്ട് അടിപൊളി കല്യാണം കഴിക്കണ്ടായിരുന്നു എന്ന് പറയുന്ന നിങ്ങളൊക്കെ ഇത് ചോദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അയ്യോ, ഇനി സംസാരിച്ചു നിന്നാ വോൾവോ അതിന്റെ പാട്ടിന് പോവും. ഇന്നും കൂടി ഓഫീസിൽ താമസിച്ചെന്നാ പുലിമുരുകനെ കാട്ടുപോത്താവും. അല്ല, ആരായി പുലിമുരുകൻ? ലാലേട്ടനാണോ? ഹേയ് അല്ല, പുലി മുരുകൻ PM. താമസിച്ചെത്തിയ പുലിയും നേരത്തെ എത്തിയ മുരുകനും. അപ്പൊ ശരി, കാണാട്ടോ. ആന്റി, വോൾവോ പോയോ? വോൾവോയാ? ആരുണ്ട്? വരുന്ന ആറ്റിങ് ബസ്സാണോ? അല്ല ആന്റി, മോന് ആറ്റിങ്ങിൽ നിന്ന് ഒരാലോചന പെണ്ണിനെ കാണാൻ പോണു. മോക്ക് എവിടെ ജോലി? അത് ടെക്നോ പാർക്ക്. ഓ, ടെക്നോ പാർക്ക്. പ്ലംബർ രായെണ്ണം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്ത് പറഞ്ഞു? അതൊക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ അത് എന്തെങ്കിലും നടക്കണം എന്നൊക്കെ. അന്ന് നമ്മക്കൊന്നും പറയാൻ പറ്റിയ വർത്താനങ്ങളല്ലേ. അല്ല, ആരാ ഈ പ്ലംബർ രാജണ്ണൻ? അയ്യോ, രായണ്ണനെ അറിഞ്ഞൂടെ? ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, എന്തിന് ഇപ്പൊ JNU വരെ അടഞ്ഞു കിടക്കണ എല്ലാ പൈപ്പിന്റെ പണിയും ചെയ്യണ ഇങ്ങേരാണ്. ഏത്? അത് തന്നെ. ഓ, അങ്ങനെ. ഹലോ, അച്ഛനല്ലേ? അയ്യോ, സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ആർ യു മൈ ഫാദർ? ഹൗ ഈസ് യുവർ അഗ്രികൾച്ചർ ബിസിനസ് ഗോയിങ്? വന്നോ? ഇത് നേരത്തെ ആണല്ലോ. പുലിമുരുകനിപ്പോ വന്ന് തിരക്കിട്ട് പോയതേ ഉള്ളൂ. ആണോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? പതിവ് പോലെ ഇത്രയും നേരം സീറ്റിലുണ്ടായിരുന്നു, ഇപ്പൊ പുറത്തേക്ക് പോയെന്ന് പറഞ്ഞു. ചേച്ചി വന്നല്ലോ. എന്താണെന്ന് നിന്റെ പുതിയ സംശയം? കളിയാക്കല ചേച്ചി, ഞാൻ ന്യൂ ജോയിൻ ആയി പോയില്ലേ? അറിയ ന്യൂ ജോയിനി. എന്താണെന്ന് നിന്റെ പുതിയ സംശയം? ഈ ടെക്നോ പാർക്കിലെ കാവില് ഉത്സവം വല്ലതാണോ ചേച്ചി? ടെക്നോ പാർക്കില് കാവോ? എന്തോ നടി ഇത്? അല്ല, താഴെ ആനയും ചെണ്ടമേളവും താലപ്പൊലിയും ഒക്കെ കണ്ടിട്ട് ചോദിച്ചു പോയതാ. അതോ? അത് ഉത്സവമല്ല കുട്ടി. പുതിയ ഏതോ ക്ലയന്റ് വരുന്നുണ്ട്, അങ്ങനെ സ്വീകരിക്കാൻ നിൽക്കുന്നതാ. ഓ, ചുമ്മാതല്ല ആനപ്പാപ്പാൻ അങ്ങനെ പറഞ്ഞത്. എങ്ങനെ? പണ്ടൊക്കെ ആനയ്ക്ക് തടി പിടിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ പ്രോജക്റ്റും പിടിക്കണമെന്ന്. ഹലോ, എവിടെ നിങ്ങളെ PM? ദാ അവിടെ വെറുതെ വർക്ക് പ്രഷർ എക്സ്പ്രഷൻ മുഖത്തിട്ട് മറുനാടൻ മലയാളി വായിക്കുന്ന പുള്ളിയെ കണ്ടോ? അങ്ങനെയാണ് PM. Guys, we have a bad news. ഇതെന്താണ്? ഇങ്ങേരുടെ മറുനാടൻ പൂട്ടി. ഇപ്പോഴത്തെ പ്രൊജക്റ്റ് എത്രയും പെട്ടെന്ന് തീർക്കാനാണ് നമ്മുടെ ക്ലയൻറ്റ് പറയുന്നത്. സോ ഈ ടൈം ഫ്രെയിമിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഐ നോ ദാറ്റ്. സോ ഗൈസ്, വി ആർ ഫോഴ്സ്ഡ് ടു വർക്ക് ഓൺ വീക്കെൻഡ്സ്. യു ഡോണ്ട് വറി, ഞാനുണ്ടാവും. ഇപ്പോൾ വീട്ടിൽ പോയാലും ബ്രൗസിങ് തന്നെ അല്ലേ. ഇവിടെ ആകുമ്പോൾ കോഫി ഉണ്ട്, AC ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് എനിക്ക് ഈസിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, വിൽ ഡു ദാറ്റ്. സോ ഗൈസ്, സ്റ്റാർട്ട് നൗ ഓൺവേർഡ്സ്. ചേട്ടാ, ഓക്കെ. ഞാൻ രാകേഷിനോട് പറയാം ചേട്ടാ. പുള്ളി വന്ന് വിളിച്ചോളൂ. ഹലോ. എവിടെയാ രാകേഷ്? ഞാൻ ഓഫീസിൽ. വേറെ എവിടെ പോകാൻ? പിന്നെ മോനെ ഒന്ന് പോയി വിളിക്കണം, ഇന്ന് ഓട്ടോ ഇല്ല.
എനിക്ക് പറ്റില്ല ശില്പ. ഒരു 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ ഇറങ്ങാനാണ്? പ്ലീസ് രാകേഷ്, ഓഫീസിന്റെ അടുത്തല്ലേ സ്കൂൾ, വിളിച്ച് ഓഫീസിൽ ഇരുത്തിയാൽ മതി. പറ്റില്ല. എന്നും പാതിരാത്രിക്കല്ലേ നീ കയറി വരുന്നത്. ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും. ഹലോ ഹലോ, ആശിച്ചി, ഞാൻ ശില്പയാണേ. എവിടെ, വീട്ടിലാണോ? പിന്നെ ഇന്ന് നീതുവിനെ വിളിക്കാൻ സ്കൂളിൽ പോകുമ്പോൾ ഒന്ന് അപ്പുനെയും കൂടി വിളിക്കാമോ? എനിക്കിന്ന് ഇറങ്ങാൻ പറ്റിയില്ല, രാകേഷും ഇപ്പോൾ സ്ഥലത്തില്ല. മോനെ ഒന്ന് വിളിച്ച് വീട്ടിൽ നിർത്തുമോ? പുള്ളി ഓഫീസിൽ നിന്ന് വരുന്ന വഴി അപ്പുനെ കൂട്ടിക്കോളും. ഓക്കെ ഓക്കെ, താങ്ക്സ് ചേച്ചി. പ്രകാശ്, Yeah, tell me. ജൂൺ 10 ഡെലിവറി ഡേറ്റ്. Oh, no. Delivery should be on next week. അടുത്ത ആഴ്ച എന്തായാലും ഡെലിവറി ആണ്. അടുത്ത ആഴ്ചയോ? സിസേറിയൻ വേണ്ടി വരും. ചേട്ടനോടൊന്ന് ചോദിച്ചിട്ട്. നമ്മുടെ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യാൻ എന്തിനാ കുട്ടി ചേട്ടനോട് ചോദിക്കുന്നത്? നമ്മുടെ പ്രോഡക്റ്റോ? ഇതെങ്ങനെയാ നമ്മുടെ പ്രോഡക്റ്റ് ആവുന്നേ? അയ്യോ, ഈ ഡെലിവറി ആണോ? ഓ, ഐ എം സോറി. Carry on. All the best. താങ്ക് യു. അപ്പൊ അവളുടെ കാര്യം ഓക്കെ ആയി. ഇനി ഞാൻ എങ്ങനെയാ ചോദിക്കുക? തനിക്കിപ്പോ എന്തിനാ അത്യാവശ്യമായിട്ട് ലീവ്? എന്തെങ്കിലും ഒപ്പിച്ചോ? ആഹാ, കൺഗ്രാറ്റ്സ് ഡാ. ട്രീറ്റ് വേണം കേട്ടോ. ട്രീറ്റ് അല്ലടാ, ഇപ്പൊ ട്രീറ്റ്മെന്റാ വേണ്ടേ. കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടടാ. ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം. ഞാൻ എങ്ങനെ ലീവ് ചോദിക്കും? പുള്ളിയുടെ മൂഡ് എങ്ങനെയാണെന്ന് ആർക്കറിയാം. ആ ശരിയാണ്. പണ്ട് ഞാൻ കക്കൂസിരുന്നപ്പോൾ വിളിച്ച് വീഡിയോ കോൺഫറൻസ് ഇട്ടിട്ട് ക്ലയന്റിന് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ പുള്ളിയാണ്. എന്നിട്ട് ഞാൻ ഇട്ട് എന്ത് സ്റ്റാറ്റസ്. പിന്നെ ആ ക്ലയന്റും പ്രോജക്റ്റും ആ വഴിക്ക് വന്നിട്ടില്ല. ഞാൻ എന്തായാലും ഒന്ന് പോയി ചോദിച്ചു നോക്കാം. ഹായ് പ്രകാശ്. Yes, Shilpa. ഐ എം എക്സ്പെക്ടിങ്. Expecting what? പ്രകാശ്, ഐ എം എക്സ്പെക്ടിങ്. Oh, expecting. Oh, congrats. പ്രകാശ്, ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. 1 month കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമെന്ന ഡോക്ടർ പറഞ്ഞേക്കുന്നേ. It's up to you. താങ്ക്സ് പ്രകാശ്. 1 minute, Shilpa. ശില്പയ്ക്ക് ഓൾറെഡി കരിയർ ഗ്യാപ്പ് ഉണ്ടല്ലേ? അതെ പ്രകാശ്, എൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈം. ഓക്കെ, ഇപ്പോൾ വീണ്ടും അല്ലേ? യെസ്. ശില്പയ്ക്ക് അറിയാലോ, പ്രൊജക്റ്റ് ഓൾറെഡി ക്രിറ്റിക്കലാണ്. ഇങ്ങനെ വീണ്ടും ഗ്യാപ്പ് വന്നാൽ പ്രൊജക്റ്റ് മുന്നോട്ട് പോകില്ല. ശില്പയ്ക്ക് പകരം ഞാൻ വേറൊരു റിസോഴ്സിനെ എടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ എനിക്ക് നിന്ന് പ്രൊജക്റ്റിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടി വരും. അത് പ്രോബ്ലം ഇല്ല, നിനക്ക് ബെഞ്ചിലിരിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നീ ക്യാരിയിങ് ആയതുകൊണ്ട് വേറെ പ്രൊജക്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടായി. ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് വെച്ച് ബെഞ്ചിൽ നീ എത്ര നാൾ സേഫ് ആയിരിക്കും എനിക്ക് പറയാനാവില്ല. വീടിൻ്റെ ലോൺ, കാറിൻ്റെ EMI എല്ലാം ഈ സാലറിയിൽ നിന്ന് തന്നെയല്ലേ അടയ്ക്കേണ്ടത്. IT ഇത്രയും ഡള്ളായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എങ്ങനെ കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എടുത്തു ചാടി തീരുമാനിക്കും മുമ്പ് ഒന്ന് ആലോചിക്കുക ശില്പ. വർഷങ്ങൾ ഇനിയുണ്ടല്ലോ. ഓക്കെ പ്രകാശ്, ഞാൻ ആലോചിക്കാം. ഹലോ, ഇടി നീ FB ഉണ്ടാവും. ഞാനിട്ട ദേശസ്നേഹത്തിന്റെ പോസ്റ്റിന് 62 ലൈക്ക്. നീയും കൂടി ഒരു ലൈക്ക് ചെയ്ത് തരും. രാകേഷ്, ഞാൻ ലീവിൻ്റെ കാര്യം PM-നോട് സംസാരിച്ചു. പുള്ളി ഞാൻ ലീവ് എടുക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെയാ സംസാരിച്ചു. ഞാൻ എന്താ ചെയ്യുക? ഇടി ആരോ പോസ്റ്റിന് കമന്റ് ഇട്ടോ, ഞാൻ ഇപ്പോൾ വിളിക്കാം കേട്ടോ. ഇടി നീ പിന്നെ ഒരു കാര്യം ചെയ്യും. പറഞ്ഞു. നീ നിന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് 2 കമന്റ് ഒക്കെ ഇടിച്ച് പോസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആക്കി. ഇതേ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. രാകേഷ്, ഹലോ, ഹൗ ആർ യു ഫീലിംഗ്? ലോൺലി. പിന്നെ സാഡ്. വൈ ആർ യു ലാഫിംഗ്? ഒന്നുമില്ല, ഒരു ലോൺലി കോട്ട് കൂടെ ആവായിരുന്നു. എന്നെ ഇങ്ങനെ കളിയാക്കിച്ചിരിക്കാൻ നിങ്ങളൊക്കെ ആരാ? ഞങ്ങളെ മനസ്സിലായില്ലേ? രാവിലെ മുതൽ നിന്റെ പരാതിയും പരിഭവവും ഒക്കെ ഞങ്ങളല്ലേ കേൾക്കുന്നത്. ഇതുവരെ മനസ്സിലായില്ല? ഞാൻ ഫേസ്ബുക്ക്, ഞാൻ വാട്സാപ്പ്, ഞാൻ ട്വിറ്റർ. നിങ്ങളോ? നീ നേരിടുന്ന ഓരോ പ്രോബ്ലത്തിനും നിന്റെ ഉത്തരങ്ങൾ ഷെയറുകളും സ്റ്റേറ്റസ് അപ്ഡേറ്റുകളും സ്മൈലികളുമായിരുന്നു. എന്നത്തെയും പോലെ ഇന്നും അത് നിന്റെ ടൈംലൈനിനുള്ളിൽ കുഴിച്ചു മൂടപ്പെടുകയാണ്. നിന്റെ വിരലുകൾ വഴിയല്ല ശില്പ നിന്റെ ഹൃദയം സംസാരിക്കേണ്ടത്, നിന്റെ നാവിലൂടെയാണ്. എന്നും അടക്കി വയ്ക്കാൻ ശ്രമിക്കുന്ന നിന്റെ നാവ് ഉയർത്തിയാലേ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ.
നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഒരു സൂപ്പർമാൻ വരുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ബിക്കോസ് യു ആർ എ സൂപ്പർ വുമൺ. ബൈ ശില്പ. സൈനിങ്. ഹലോ ശില്പ. എടി എന്റെ പോസ്റ്റിന് 120 ലൈക്കായി. നീ എന്താ കമന്റ് ചെയ്യാത്തത്? എന്തിനെ കുറിച്ചായിരുന്നു രാകേഷിന്റെ പോസ്റ്റ്? ദേശസ്നേഹത്തെ കുറിച്ച്. ദേശസ്നേഹം എന്ന് പറയുമ്പോ? ഇന്ത്യയോടുള്ള സ്നേഹം. ഇന്ത്യയോടുള്ള സ്നേഹം എന്ന് പറയുമ്പോ? നമുക്ക് ചുറ്റുമുള്ളവരോടുള്ള കരുതൽ. നമുക്ക് ചുറ്റുമുള്ളവരെന്ന് പറയുമ്പോ ഞാനും മോനും ഇതിലെവിടെ വരും രാകേഷ്? ശില്പ, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങാം. പിന്നെ നിന്റെ ലീവ് ആപ്ലിക്കേഷൻ കണ്ടില്ല. കണ്ടിന്യൂ തീരുമാനിച്ചു അല്ലേ? ഗുഡ് ഡിസിഷൻ. ഇല്ല, ഞാൻ ലീവ് ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. പ്രകാശ് കണ്ടില്ലേ? ഓ, അപ്പം നീ ബെഞ്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു അല്ലേ? യുവർ ഫേറ്റ്. പ്രകാശിനറിയോ, എൻ്റെ അമ്മയുടെ 4ാമത്തെ മകളാണ് ഞാൻ. ഞാൻ വയറ്റിലുള്ള സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്നെ പ്രസവിച്ചാൽ അമ്മ മരിച്ചു പോകുന്നു. എല്ലാവരും പേടിച്ചു. എന്നെ വേണ്ടാന്ന് വെക്കാന്ന് വരെ പറഞ്ഞു. പക്ഷെ അപ്പോൾ എൻ്റെ അമ്മ എന്താ പറഞ്ഞെന്നറിയോ? എന്നെ വിശ്വസിച്ച് എൻ്റെ വയറ്റിൽ പിറന്നവളായത്. എൻ്റെ ശ്വാസം അവളുടെ ജീവൻ. ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പാടില്ല. ആ അമ്മയാണ് എൻ്റെ അഭിമാനം. ഞാൻ ബെഞ്ചിലേക്കല്ലേ പോകുന്നത്? സാരമില്ല, എൻ്റെ കുട്ടികൾക്ക് എന്നെ ഓർത്ത് എന്തെങ്കിലും അഭിമാനിക്കാൻ വേണ്ടേ പ്രകാശ്? എടോ, എല്ലാവർക്കും കാണും ഇതുപോലുള്ള പേഴ്സണൽ സെന്റിമെന്റ്സ്. അങ്ങനെയുള്ളവർ വീട്ടിലിരിക്കണം, അല്ലാതെ വർക്ക്, കരിയർ, IT എന്ന് പറഞ്ഞിറങ്ങരുത്. അതെ പ്രകാശ്, ഇവിടെ ഇരിക്കുന്ന ഓരോ പെൺകുട്ടിക്കും കാണും ഇങ്ങനെയുള്ള ഓരോരോ കഥകൾ. പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകാൻ കിടന്ന് പെടാപ്പാട് വിടുന്നവർ. പ്രകാശ് ഇപ്പോൾ പുച്ഛിച്ചു തള്ളിയതുപോലെയുള്ള പേഴ്സണൽ സെന്റിമെന്റ്സ് ഉള്ളവർ. വല്ലപ്പോഴും എങ്കിലും കമ്പ്യൂട്ടറിൽ നിന്ന് മുഖമുയർത്തി ആ തടിച്ച കണ്ണട ഊരി മാറ്റി നോക്കണം. എന്നാലേ നിങ്ങളെപ്പോലുള്ളവർക്ക് ചുറ്റുമുള്ള ലോകം കാണാൻ സാധിക്കും. ശില്പ, ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യ പ്രഗ്നന്റ് അല്ലേ? സന്ധ്യയ്ക്ക് അവരെ ഒറ്റയ്ക്ക് ഇരുത്തണ്ട. പ്രകാശ് പോയിക്കൊള്ളൂ. ശില്പ, നീ എന്തായി കാണിച്ചേ? അയാളെ വെറുപ്പിച്ച ടെർമിനേഷൻ വരെയുള്ള സ്കോപ്പ്. ടെർമിനേറ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. ഐ ഡോണ്ട് കെയർ. ഹലോ ശില്പ, എവിടെയാണ്? ഞാൻ ഓഫീസിലാ രാകേഷ്. ശില്പ, മോൻ എൻ്റെ കൂടെ ഉണ്ട്. നീ ഇറങ്ങിയപ്പോ? ഇല്ല, കുറച്ച് പണിയുണ്ട്, ലേറ്റ് ആവും. നേരെ ഇരുട്ടിയല്ലോ, നല്ല മഴയുണ്ട്. നീ ഇറങ്ങുമ്പോൾ വിളിക്കും, ഞാൻ വരാം. താങ്ക്സ്. വേണ്ട രാകേഷ്, ഞാൻ ഇത്രനാളും ഈ മഴ നനഞ്ഞ് ഇരുട്ടത്തല്ലേ വന്നുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ അങ്ങനെ തന്നെ വന്നോളാം. സോറി ശില്പ. അത് സാരില്ല, വിളിക്കാൻ വരാമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ധാരാളം. ഈ തിരിച്ചറിവ് താൽക്കാലികമാണെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളെ സന്തോഷിപ്പിക്കുന്നവരെ മാത്രമേ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റൂ. പക്ഷെ ഒരു സ്ത്രീക്ക് അങ്ങനെയല്ല. അവളെ വേദനിപ്പിക്കുന്നവരെ അവൾ സ്നേഹിക്കും. അതൊരു ദൗർബല്യമായി കണക്കാക്കരുത്. രാകേഷ്, ഫോൺ കട്ട് ചെയ്തോളൂ, ഞാൻ എത്തിക്കോളാം. ഓരോ എൻഡ് ഓഫ് ദ ഡേയും ഒന്നിൻ്റെയും അവസാനമാകുന്നില്ല, ഒന്നിൻ്റെയും തുടക്കവും. ജീവിതങ്ങൾ ഓരോ ദിവസവും ആവർത്തിക്കപ്പെടുകയാണ്. അടുക്കളയിലും അരങ്ങത്തും തൻ്റെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് ജീവിതമെന്ന 3 അക്ഷരം സ്വപ്നം കാണുന്നവർ. അമ്മയായി, സഹോദരിയായി, ഭാര്യയായി, കൂട്ടുകാരിയായി ആൾക്കൂട്ടത്തിൽ അലിഞ്ഞിരുന്ന ഓരോ സ്ത്രീക്കും പ്രതിധ്വനിയുടെ സമർപ്പണം. നന്ദി.